പാലക്കാട് കടുക്കാംകുന്ന് പാലത്തിന് സമീപം രണ്ടുപേരെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. മലമ്പുഴ ചെറാട് സ്വദേശികളായ റഷീദ, മകൻ ഷാജി എന്നിവരാണ് മരിച്ചത്. കുറുമ്പാച്ചി മലയിൽ അകപ്പെട്ട ബാബുവിന്റെ മാതാവും സഹോദരനുമാണ്. നിഖിൽ പ്രമേഷ് ചേരുന്നത് പാലക്കാട് നിന്ന്. നിഖിൽ, സങ്കടകരമായ വാർത്തയാണ്. എന്താണ് പോലീസിന്റെ നിഗമനം? അപകടം എപ്പോഴുണ്ടായി എന്നാണ് കരുതുന്നത്? തീർച്ചയായിട്ടും മലയാളികൾ ഒന്നടങ്കം ബാബു എന്ന ചെറുപ്പക്കാരൻ മലയ്ക്ക് മുകളിൽ അകപ്പെട്ടപ്പോൾ ആ അമ്മയുടെ കണ്ണുകളിലൂടെയാണ് ബാബുവിന്റെ അവസ്ഥയെ നോക്കിക്കണ്ടത്. അതിനുശേഷം ബാബുവിനെ മലയിൽ നിന്ന് രക്ഷിച്ചതിന് ശേഷവുമൊക്കെയും മാധ്യമങ്ങളുമായി സംസാരിക്കുമ്പോഴൊക്കെ നിറഞ്ഞു നിന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ മലയാളിക്ക് സുപരിചിതയാണ് ബാബുവിന്റെ അമ്മയെ. അതിനുശേഷം ചില കുടുംബ പ്രശ്നങ്ങൾ അവർക്കുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ചില ദൃശ്യങ്ങളും മറ്റും പുറത്തു വരികയും ഒക്കെ ചെയ്തിരുന്നു. തുടർന്ന് ബാബുവും അമ്മയും ഒക്കെ രണ്ട് വീടുകളിലായാണ് താമസിച്ചിരുന്നതും. ഇന്നിപ്പോൾ പുലർച്ചെ തന്നെ നമ്മെ തേടിയെത്തുന്നത് ബാബുവിന്റെ മാതാവായിട്ടുള്ള റഷീദയും അതോടൊപ്പം തന്നെ സഹോദരൻ ഷാജിയും ട്രെയിൻ തട്ടി മരിച്ചു എന്നുള്ളതാണ്. കുറുമ്പാച്ചി മലയിൽ അകപ്പെട്ട ബാബുവിന്റെ മാതാവും സഹോദരനുമാണ്. ആത്മഹത്യയാണ് എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ. പോലീസ് പറയുന്നത് ആ തരത്തിലാണ്. കടുക്കാംകുന്ന് പാലത്തിന് സമീപത്ത് വെച്ചാണ് മൃതദേഹം കണ്ടെത്തിയത്. പാലക്കാട് ജില്ലാ ആശുപത്രിയിലാണ് മൃതദേഹം ഉള്ളത്. ഏതാണ്ട് 12 മണിയോടുകൂടിയാണ് ഇരുവരും ട്രെയിനിന് മുന്നിൽ അകപ്പെട്ടത് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. പ്രവിത. ശരി, നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് കടുക്കാംകുന്ന് പാലത്തിന് സമീപമാണ് ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ ഇരുവരെയും കണ്ടെത്തിയത്. മലമ്പുഴ ചെറാട് സ്വദേശികളായ റഷീദ, മകൻ ഷാജി എന്നിവരാണ് മരിച്ചത്. കുറുമ്പാച്ചി മലയിൽ അകപ്പെട്ട ബാബുവിന്റെ മാതാവും സഹോദരനുമാണ്.